നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ചന്ദ്രോദയത്തിലേക്ക് പുതിയൊരു അതിഥിയും കൂടെ വരാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് കാണുന്നത്. എന്താണെങ്കിലും ചന്ദ്രമതി ഒരു കാര്യം തീരുമാനിച്ചു. ശ്രുതിയെ ഇനിയിപ്പൊ ഈ ചന്ദ്രോദയത്തിലേക്ക് കേട്ടില്ല. ശ്രുതിയുടെ മനസ്സിൽ നിന്ന് തന്നെ അവളെ കളയണം. ഒരു കോടീശ്വര പുത്രിയെ കൊണ്ട് ശ്രുതിയെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ള വ്യാമോഹമൊക്കെ ആയിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ. പക്ഷേങ്കില് ആ മോഹത്തെ മുളയിലെ നുള്ളിക്കളയാനായിട്ട് രവീന്ദ്രനും സച്ചി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. രവീന്ദ്രൻ മാക്സിമം പറഞ്ഞു നോക്കി, ചന്ദ്ര നീ കാണിക്കുന്നത് ശരിയല്ല. വക്കീലിനെയൊക്കെ പോയി കണ്ടത് ആരോട് ചോദിച്ചിട്ടാ? നീ സുധിയുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടാണോ? നീ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? സുധിയുടെ ജീവിതമല്ലേ? അവൻ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരനാ. അവൻ അവൻ്റെതായ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവകാശമുണ്ട്. കല്യാണം കഴിഞ്ഞ അവന്റെ ജീവിതത്തിലേക്ക് നീ എത്തി നോക്കുന്ന ഒരു പരിധി വരെ ഒഴിവാക്കണം. നീ പറയുന്ന പോലെ അല്ല കാര്യങ്ങളൊക്കെ. അവൻ അവൻ്റെതായ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. എന്ത് പറയാനായിട്ട്? പോത്തിന്റെ ചെവി വേദ പോകുന്നതെന്ന് പറഞ്ഞോണക്ക ചന്ദ്രമതിയുടെ എന്തേലും കാര്യം പറയണേ. ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാത് ആ കാര്യങ്ങളൊക്കെ. ചന്ദ്രമതി പറഞ്ഞാൽ പിന്നെ ശ്രുതിക്ക് എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞാലും അവനനുസരിക്കൂന്ന് പറഞ്ഞു. എടാ നിനക്ക് അവളെ വേണ്ടല്ലോ, അവളെ ഡിവോഴ്സ് ചെയ്യുമല്ലേന്ന് ചോദിച്ചു. ശ്രുതിക്കാണെങ്കിൽ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പറ്റുമെന്നും പറയാൻ പറ്റില്ല. ആകെപ്പട വല്ലാത്തൊരവസ്ഥ. യെസും നോയും പറയാൻ പറ്റാത്തൊരവസ്ഥയാ. അമ്മയാണ് ഒരു വശത്തെ അമ്മ, ഒരു വശത്തെ ശ്രുതി, രണ്ടുപേരും വേണം. അപ്പൊ രണ്ടു വെള്ളത്തിലും കൂടെ കാല് ചവിട്ടേക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അമ്മയുടെ സ്വഭാവം നന്നായിട്ടറിയാം. അമ്മ ഇടഞ്ഞാന്നുള്ള കാര്യം അറിയാം. ഒടുവില് ശ്രുതി ആകെപ്പാടെ പെട്ടുപോയി. രവീന്ദ്രന് സച്ചിയൊക്കെ ശ്രുതിയെ ഉപദേശിച്ചു. സച്ചി പറഞ്ഞു, ശ്രുതി നിന്റെ ജീവിതമാണ്, നീയാണ് തീരുമാനം എടുക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല ബീരാനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. നീ സത്യങ്ങളൊക്കെ തിരിച്ചറിയണം. അല്ല നിന്റെ ഭാര്യ ഇവിടുന്ന് ഇറക്കി വിടാനോ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് നടത്താനോ നീ വേറെ വിവാഹം കഴിക്കാനൊന്നും അല്ല. പണത്തിലൊന്നും അല്ല കാര്യം. നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയെ കിട്ടുക, അതിലാണ്. ഒരു കോടീശ്വര പുത്രയെ വിവാഹം കഴിക്കുന്നതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഒരു പക്ഷെ നിന്നോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ശ്രുതിക്ക് മനസ്സിലാകാൻ കാര്യങ്ങള്, പക്ഷെ ചന്ദ്രമതിക്ക് മനസ്സിലാവില്ലല്ലോ. ചന്ദ്രമതിക്ക് എങ്ങനെയെങ്കിലും ശ്രുതിയെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിച്ചാൽ മതി. ചന്ദ്രമതിക്ക് പണ്ടാരാണ്ട് പറഞ്ഞാൽ പണമാണ്. പണത്തിന് മീതെ പരുന്നും പറക്കില്ലെന്നാണ് ചന്ദ്രമതിയുടെ പോളിസി. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞുപോയി. ഈ സമയം വർഷ ശ്രീകാന്തും ഒക്കെ ഒരു ടൂറൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവര് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് അങ്ങനെ പോയിട്ട് വരുന്നേ. അങ്ങനെ പതിവ് പോലെ തന്നെ രേവതി രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ എടുത്തു വെച്ച് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. കഴിക്കാൻ ഇരിക്കണ സമയത്ത് വർഷയ്ക്ക് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാനായിട്ട് തോന്നുകയാണ്. എന്തോ ഫുഡിന് മണം അടിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് വർഷ ഫുഡ് കഴിക്കാതെ വൊമിറ്റ് ചെയ്യാൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്തൊക്കെ വല്ലാതെ ഇപ്പൊ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി ഫുഡിന്റെ ടേസ്റ്റ് വരെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? രവീന്ദ്രൻ പറഞ്ഞു, എന്താളും വെച്ചോണ്ടിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, അതെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. വർഷയ്ക്ക് ഭയങ്കര ടെൻഷനായി. എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നേ? ഹോസ്പിറ്റലിൽ പോകാനും പറഞ്ഞുകൊണ്ട് രേവതിയൊക്കെ നിർബന്ധിച്ചു. രേവതിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇനി വർഷയ്ക്ക് വല്ല വിശേഷമുണ്ടോ എന്നൊരു സംശയ സന്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവില് ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് പോവാണ് വർഷയും കൊണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ വർഷ പ്രഗ്നന്റ് ആണ്, തങ്ങളൊരു അച്ഛനാകാൻ പോവാന്ന് പറഞ്ഞു. ആ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം. കാരണം ശ്രീകാന്ത് ഒത്തിരി ആഗ്രഹിച്ച ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. പക്ഷെ വർഷയ്ക്കാണെങ്കിലോ തലയിൽ ഇടുത്തി വീണ അവസ്ഥ. വർഷയ്ക്ക് പേടിയാ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞാല്. വേദന തിന്നാൻ പറ്റില്ല. കാരണം വർഷ ഈ സീരിയലിലൊക്കെ ഡബ് ചെയ്യണ സമയത്ത് സ്ത്രീകളുടെ കരച്ചില് ഈ പ്രഗ്നൻസി ടൈമിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് ആ വേദന അവരെത്രമാത്രം പെയിൻ അനുഭവിക്കുന്നുണ്ട്. കുറെ അസ്ഥികൾ ഒടിഞ്ഞു ചുരുങ്ങുന്ന പോലത്തെ വേദനയാ കാര്യങ്ങളാന്നൊക്കെ വർഷ കേട്ടിട്ടുണ്ട്. ദൈവമേ, അങ്ങനത്തെ വേദന താൻ എങ്ങനെ സഹിക്കും? അതുകൊണ്ട് തനിക്ക് പിള്ളേരെ വേണ്ട എന്നൊരു ചിന്താഗതിയായിരുന്നു വർഷയ്ക്ക്. പക്ഷേങ്കില് ശ്രീകാന്തിനാണെങ്കിലോ കുട്ടികൾ വേണം എന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ ഇത്രയും നാളും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇരുന്നേ. പക്ഷെ ഇത് അബദ്ധപ്പെട്ട് എങ്ങാണ്ടായി പോയതാണ്. എന്ത് ചെയ്യാൻ പറ്റും? വർഷയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ സങ്കടമാണോ എന്ത് ചെയ്യണം എന്നറിയില്ല. ശ്രീകാന്തിന് തുള്ളിച്ചാടാൻ തോന്നി. അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വർഷയുടെ മുഖമാണെങ്കിൽ കടന്നൊരു കുത്തിയ പോലെ വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല. ശ്രീകാന്ത് പറഞ്ഞു, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? ദേ ശ്രീകാന്തൻ, ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പിള്ളേരൊന്നും വേണ്ട, ഇത് നമുക്ക് സെറ്റ് ആവില്ലെന്ന് പറഞ്ഞല്ലേ.
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയാണ് കരയാൻ തുടങ്ങി. ശ്രീകാന്ത് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടിരുന്നേ. അങ്ങനെ ഒടുവില് വർഷ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ശ്രീകാന്ത് എല്ലാവരും പറഞ്ഞു. വീട്ടിലൊരു ഉത്സവ പ്രതീതിയാണ്. ചന്ദ്രമതി പോയി കെട്ടിപ്പിടിക്കുകയാണ് വർഷയെ. കാരണം കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന ആദ്യ കൺമണിയാണ്. അതുപോലെ തന്നെ രേവതിക്ക് സച്ചിക്കും എല്ലാവർക്കും സന്തോഷമാണ്. രേവതിക്കാണ് ഭയങ്കര സന്തോഷമായിരുന്നു. സുധിക്കാണെങ്കിൽ വലിയ സന്തോഷം കാര്യങ്ങളൊന്നുമില്ല. കാരണം തന്റെ ഭാര്യ പ്രഗ്നന്റ് ആയില്ലല്ലോ. അതാകുമായിരുന്ന കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ അവൾ ഈ വീട് വിട്ട് പോകത്തില്ലായിരുന്നു എന്ന് ചിന്തയൊക്കെയായിരുന്നു സുധിയുടെ മനസ്സിൽ. അങ്ങനെ രേവതിയാണെങ്കിൽ ആ സന്തോഷം പങ്കുവയ്ക്കാണ്ട് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സച്ചി കുറെ സീഡ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. എല്ലാവരും വർഷയെ പുകഴ്ത്തുന്നുണ്ട്. വർഷയെ ചേർത്ത് പിടിക്കുകയാണ്. പക്ഷെ വർഷയ്ക്ക് മാത്രം ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. രേവതിയാണ് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇനി ഞാൻ വർഷയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ വർഷയ്ക്ക് ടെൻഷനായി. വർഷയുടെ ഊണും ഉറക്കും എല്ലാം നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കാരണം ഒരു കുഞ്ഞിനെ പ്രസവിക്കാന്ന് പറഞ്ഞാൽ വർഷയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും അത് നടക്കില്ല എന്നൊരു ചിന്തയാണ്. തന്നെ കൊണ്ട് വേദന സഹിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയൊക്കെ. ഒടുവിൽ വർഷയുടെ വീട്ടില് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വർഷ പ്രഗ്നന്റ് ആണ്. മഹിമയ്ക്കും മധുസൂദനും ഒക്കെ ഇരട്ടി സന്തോഷം. മുത്തശ്ശനും മുത്തശ്ശേരി ആകാൻ പോവല്ലേ, അപ്പൊ അതിന്റെ ഒരു സന്തോഷം. അങ്ങനെ അവര് കുറെ സ്വീറ്റ്സും ഫ്രൂട്ട്സും എല്ലാം ആയിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വർഷയെ കാണാനായിട്ട് വരുവാണ്. അവര് ഭയങ്കര ആഘോഷമാക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ വന്ന് വർഷയെ കാണുവാണ്. പക്ഷെ വർഷയുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. ഒടുവില് മുറിയിലേക്ക് മഹിമയെ വിളിച്ചിട്ട് വർഷ കാര്യം പറയണ, അമ്മേ എനിക്ക് പറ്റില്ല, എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ല, എനിക്ക് കുഞ്ഞിനെ വേണ്ടാന്നൊക്കെ പറഞ്ഞു. നീ എന്താ വർഷയെ പറയണേ? അതെ, ഇതൊക്കെ അങ്ങ് നടന്നു പോയിക്കോളും, നീ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് പറ്റില്ല, എനിക്ക് വേണ്ടമ്മേ, എനിക്ക് കുഞ്ഞിനെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടും കരച്ചിലൊക്കെയാണ്. മഹിമ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് വർഷയെ. അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു വർഷയ്ക്ക്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പിന്നീട് ഭാമ പറഞ്ഞിട്ടാണ് ശ്രുതി ഈ കാര്യങ്ങളൊക്കെ അറിയണേ. വർഷ രക്ഷപ്പെട്ടു. ഒരു പക്ഷെ താൻ പ്രഗ്നന്റ് ആയിരുന്നെങ്കിൽ, ശ്രുതിയുടെ ഒരു കുഞ്ഞ് തന്റെ വയറ്റിലുണ്ടായിരുന്നെങ്കിൽ തന്നെ ഒരിക്കലും അവിടെ നിന്ന് ഇറക്കി വിടില്ലായിരുന്നു. തനിക്ക് അവിടെ ഒരു പിടിച്ചെലുപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കുഞ്ഞു പോലും ഇല്ലാത്താണ് തന്റെ ബുദ്ധിമുട്ടെന്നുള്ള കാര്യം ശ്രുതി തിരിച്ചറിഞ്ഞു. എങ്ങനെയെങ്കിലും അവിടേക്കൊന്ന് കയറി പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് ശ്രുതി വേറൊരു കാര്യം കൂടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രുതി സമ്മതിച്ചു, ചന്ദ്രമതിയോട് വക്കീൽ നോട്ടീസ് അയക്കാൻ സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം തന്നോട് പറഞ്ഞത് ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ലെന്നാ. പക്ഷെ എങ്ങനെ ചെയ്യൂ എന്നുള്ളൊരു കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ശ്രുതിയെ കാണാനായിട്ട് വന്നു. ശ്രുതിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മ പറയുന്നത് അനുസരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്കും വേറൊന്നും അനുസരിക്കാൻ പറ്റില്ല. അമ്മ പറയുന്ന പോലെ ഞാൻ ചെയ്യുവുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അങ്ങനെയാണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാടാ, ഇനി ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. ശ്രുതി ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യും? അവൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കണുക ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ തോന്നും. അത് മാത്രമല്ല ശ്രുതി പറയുകയും ചെയ്തു, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയെങ്കിലും അവിടേക്കൊന്ന് കയറി പറ്റണം, അതിനെന്താ ഒരു മാർഗം, എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചാൽ മാത്രമേ ഇനി ആ വീട്ടിൽ കയറി പറ്റാൻ പറ്റുള്ളൂ എന്ന് ശ്രുതി തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് പഠിച്ച പണി 18 നോക്കിയിട്ടും നടക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് രേവതിയൊക്കെയാണ് നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് വർഷയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ വർഷ പറഞ്ഞിട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സച്ചി അത് രേവതിയോട് പറയുകയും ചെയ്തു, അതെ നമ്മുടെ കല്യാണം അതല്ലേ കഴിഞ്ഞേ, അന്നേരം നമുക്കെതിരായിട്ട് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ലോ, എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട്, നമുക്കും കുട്ടികൾ വേണമെന്ന്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതിനൊക്കെ സമയമാകുമ്പോൾ ആയിക്കോളൂ സച്ചേട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ വർഷയ്ക്ക് കുഞ്ഞുണ്ടായാലും അതെ നമ്മുടെ കുഞ്ഞായിട്ടല്ലേ നമ്മൾ നോക്കണേ. കാരണം രേവതിക്ക് അങ്ങനെ ഒരു മൈൻഡാണ്. ആ സമയം സച്ചി പറഞ്ഞു, എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട്. രേവതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു സച്ചിയുടെ ആഗ്രഹം എത്രമാത്രം വലുതാന്ന്. സച്ചി ഇടയ്ക്കിടയ്ക്ക് പറയും. അത് മാത്രമല്ല അച്ഛമ്മ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും അച്ഛമ്മ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അച്ഛമ്മ അറിഞ്ഞപാടി തന്നെ ഓടി വരുവാണ്. വർഷയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കാരണം അച്ഛമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുടുംബത്തില് ആദ്യം പേരക്കുഞ്ഞുങ്ങൾ ആർക്കാണ് ഉണ്ടാകുന്നത്, ആദ്യം കുഞ്ഞുങ്ങളുണ്ടാകുന്ന ആർക്കാണ് അവർക്ക് തന്റെ സമ്മാനം കൊടുക്കുമെന്ന്. അത് ശ്രീകാന്തിനും വർഷയ്ക്കുമാണെന്ന് അച്ഛമ്മ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശ്രുതിക്കാണ് ഇത് കേട്ട് ഭയങ്കര വിഷമമായി. എന്റെ ദൈവമേ, ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ, തനിക്ക് ശ്രുതിക്ക് ഒരു കുഞ്ഞു പിറക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. അത് മാത്രമല്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ശ്രുതി അവിടെ ഇല്ല, ശ്രുതി പോയെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛമ്മയ്ക്ക് സഹിച്ചില്ല. അവള് കള്ളത്തരം കാണിച്ചിട്ടാണ് ഇവിടെ കയറിയെന്നൊക്കെ. പിന്നെ അവര് തമ്മിൽ
ഡിവോഴ്സ് നടത്താൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയെ വിളിച്ച് ഉപദേശിച്ചു. ചന്ദ്രൻ, അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ഡിവോഴ്സ് നടത്താൻ പാടില്ല. ഇത് അവരുടെ ജീവിതമാണ്. നീ ഇത് എന്തിനു വേണ്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പിന്നീട് രവീന്ദ്രൻ അച്ഛമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മേ, ഞങ്ങളൊന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അനുസരിക്കുന്നില്ല. ഒടുവിൽ സുധിയെ വിളിച്ചിട്ട് അച്ഛമ്മ ഉപദേശിക്കുന്നുണ്ട്. സുധി, ആർക്കും ഒരു തെറ്റ് പറ്റാം. ഒരു തവണത്തേക്ക് അവളോട് ക്ഷമിക്കുക. അവളെ ക്ഷമിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അച്ഛമ്മ വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അച്ഛമ്മയെ കാണാനായിട്ട് വരുന്നുണ്ട്. അച്ഛമ്മയെ എങ്ങനെയാലും കാണണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ അച്ഛമ്മയെ കാണുന്നുണ്ട്. അച്ഛമ്മയെ കണ്ടിട്ട് അച്ഛമ്മയെ കാല് പിടിച്ച് കരയുവാണ്. അച്ഛമ്മ, എനിക്ക് ആ വീട്ടിലേക്ക് വരണം. എനിക്ക് സുധി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അച്ഛമ്മ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരയുമ്പോഴത്തേനും അച്ഛമ്മ കുറെ ചീത്ത പറഞ്ഞു. കലാവതി അച്ഛമ്മ, എന്ത് പരിപാടിയാ നീ കാണിച്ചത്? ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളുമായിരുന്നോ? ഒന്നുമില്ലേലും നീ ഒരു പെണ്ണല്ലേ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളുണ്ടോ? എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അച്ഛമ്മ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ശ്രുതിയെ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അച്ഛൻ പറഞ്ഞു, നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് വർഷയാണെങ്കിൽ ഒരു തീരുമാനം എടുത്തു. തനിക്ക് ഈ കുട്ടിയെ വേണ്ട, എങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്ത് കളയണം. ഒടുവിൽ ശ്രീകാന്തിനെ വിളിച്ചിട്ട് ആ കാര്യം പറയണം. ശ്രീകാന്തെ, എനിക്ക് കുഞ്ഞിനെ വേണ്ട, എനിക്ക് അബോർട്ട് ചെയ്യണം, എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് വല്ലാതെയായിപ്പോയി. ശ്രീകാന്ത് എതിർത്ത് കഴിഞ്ഞപ്പം വർഷ പറഞ്ഞു, ശ്രീകാന്തിന് സമ്മതമല്ലേ, പറഞ്ഞേരെ, എന്താണെങ്കിലും എനിക്ക് വേണ്ട, ഞാൻ തീരുമാനിച്ചു. ശ്രീകാന്ത് വരാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ തനിച്ചാണെങ്കിലും പോയി ഇല്ലായ്മ ഇല്ലൂ എന്നൊക്കെ പറഞ്ഞു. ഇല്ലായ്മ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. ശ്രീകാന്തിന് വല്ലാത്തൊരടിയായിരുന്നു. കാരണം എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഇവളിനി ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്താവും, എങ്ങനെയാവും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അതിനേക്കാളുപരി ശ്രീകാന്തിനറിയാം, ഈ കുഞ്ഞിനെ ഇനി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനി ഒരു കുഞ്ഞിനെ കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല. ആ ഒരു ടെൻഷനും ശ്രീകാന്തിന് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.